അന്ന് അണ്ണൻ വിളിച്ചതിന്റെ പേര് മാത്രമേ ഞാൻ വന്നേക്കുന്നത്, അല്ലാതെ എനിക്ക് ഇവനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. എടാ ഇതൊന്നും സംസാരിച്ച് പരിഹരിക്കാനല്ലേ ഞാൻ വന്നേക്കുന്നേ. അണ്ണാ ഇവനൊക്കെ എന്റെ ബന്ധു എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. നിങ്ങൾ ചുമ്മാ ഇവനോട് നടന്ന് നിങ്ങളെ പേര് കളയില്ല കേട്ടോ. അല്ലെങ്കിൽ അണ്ണൻ എന്തുവാടാ നാട്ടിൽ പേരുള്ളത്? അതല്ല, ചീത്തപ്പേര് ഇരട്ടപ്പേരൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്തുവാ? നേരത്തെ ഇവന്റെ വീട്ടിലെ കുക്കറിന്റെ സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അടി. ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ? അണ്ണ ഇവന്റെ വീട്ടിൽ നിന്നുള്ള മേളിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ എന്റെ മുറ്റത്തോട്ട് വീഴുന്നു. എന്നിട്ട് ഇവനോട് എനിക്ക് സ്നേഹമില്ലായിട്ട് പോലും ഞാൻ ഒരു സ്നേഹം അതിൽ കെട്ടിപ്പൊക്കി. പിന്നെ പറയുന്ന കേട്ടോ നീ വലിയ ഡാമാ കെട്ടിപ്പൊക്കിയെന്ന്. അണ്ണ ഇവനെ ഞാൻ ഇടിക്കും കേട്ടോ. ഇതൊന്നും പരിഹരിക്കാനല്ലേ ഞാൻ നിങ്ങളെ നടുക്ക് നിൽക്കുന്നേ. അണ്ണ എന്തുണ്ണ ഈ പറയുന്നേ? ഈ നടിക്കുന്നുണ്ട് അണ്ണ ഈ വെള്ളം എല്ലാം കൂടെ എന്തോ ചെയ്യാന്? ഒന്നാമത് ഇലക്ഷൻ സമയം, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിന്റെയൊക്കെ ഉണ്ടാക്കി കുടുംബത്തിന്റെ പ്രശ്നം തീർക്കാൻ എവിടെ വന്ന് നിൽക്കുന്നത്? അതെന്തൊരു വർത്താനാണ് പറഞ്ഞത്? കുടുംബത്തിനെ കുറിച്ച് പറയുന്ന മോശമല്ലേ അണ്ണാ? അല്ലേലും നമ്മളെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെ പുറത്തുനിന്ന് ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താ നമ്മുടെ കുടുംബം മോശമോ? മാസത്തിൽ 2-3 വട്ടം തമ്മിലടിക്കുന്നേ ഉള്ളൂ. മോനെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലടാ. എന്തൊക്കെയാണേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ആരും വോട്ട് ചെയ്യത്തില്ല. ഇല്ല. അടടാ അടടാ പണി പാടി അടവുകളങ്ങനെ മല കേറി മതിൽ നമുക്ക് പൊളിക്കാം. അപ്പൊ മഴ തരുന്ന വെള്ളവും ഇച്ചിരി വെള്ളം എന്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞ് വീടം കൊലിച്ചു പോവില്ലേ? അണ്ണാ രമേശണ്ണ, ഞങ്ങളുടെ വീടിന്റെ പാലം ഇടിഞ്ഞു വീണ് കേട്ടോ. ഇപ്പൊ വീട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല. അണ്ണ അങ്ങോട്ട് തരാമോ? നീ നിന്റെ തന്തയെ കൂടെ തുഴഞ്ഞോണ്ട് പോടാ. പരീക്ഷിക്കാനോട്ടോ പോയോ? ഇങ്ങോട്ട് ഇലക്ഷൻ ഞാൻ നിൽക്കുന്നില്ല. എന്താണെങ്കിൽ വോട്ട് ചെയ്തേനെ.